അങ്ങനെ ഇന്ന് നമ്മുടെ ഞായറാഴ്ച മീൻ വെട്ടൽ വീഡിയോ ആണ്. ഈ മീനിൻ്റെ പേര് എന്താണെന്ന് അറിയില്ല കേട്ടോ. വെളുത്ത ആവോലിയാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഓൾറെഡി ഇതിന് കറുത്തൊരു തരത്തിലുള്ള തോല ഉണ്ടാവുക. ഉടുപ്പൂരി മത്സ്യം എന്നും പറയുന്നുണ്ട്, യൂണിക്കോൺ മത്സ്യം എന്നും പലതും പറയലുണ്ട്. നിങ്ങളൊക്കെ നാട്ടിൽ എന്താ പറയലെന്ന് അറിയില്ല. തൊലി ഓൾറെഡി ഊരിയിട്ടാണ് തോന്നുന്നു കൊടുന്നത്. എനിക്കിത് വെട്ടാനൊന്നും അറിയില്ല. അങ്ങനെ ഞാനും കുറച്ച് തൊലിയൊക്കെ ഊരി. അവസാനം മനസ്സിലായി ആ തൊലിയല്ല ഊരുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് ഇതാ മീനിൻ്റെ ഓരോരോ പാർട്ടുകളായിട്ട് മുറിച്ച് ഉള്ളിലത്തെ കുടലൊക്കെ വൃത്തിയാക്കിയിട്ട് ഒന്ന് കഴുകിയതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ തലയൊക്കെ മുറിക്കുന്നത് കേട്ടോ. എനിക്കിത്തരം വലിയ മീനുകളൊന്നും മുറിക്കാൻ അറിയില്ല. മത്തി, മാന്തൾ, ചൂട, അയില, ഈ മീനുകൾ മാത്രമേ മുറിക്കാൻ അറിയുള്ളൂ. ബാക്കിയൊന്നും അറിയില്ല. ബാക്കിയൊക്കെ വെട്ടിയിട്ട് കൊണ്ടുവരുള്ളൂ. പിന്നെ കുറച്ച് അയിലക്കുട്ടികളും കൂടി ഉണ്ടായിരുന്നു. പിന്നെ എന്താ കോലാനോ ആ സൈസ് മീനുണ്ടായിരുന്നു. അച്ഛൻ കടപ്പുറത്ത് പോയി വരുമ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ മത്തി ഉണ്ടായിരുന്നു, നല്ല മത്തി ഉണ്ടായിരുന്നു. മത്തി ഞങ്ങൾ മുളകിട്ടു. അതിൻ്റെ വീഡിയോ ഇല്ല, അത് മുളകിട്ടിരിക്കുന്നു. എന്നിട്ട് മത്തിയുടെ പഞ്ഞിമീനും കൂടി ഉണ്ട്. മീനും ഒരു 3-4 പ്രാവശ്യം കഴുകണം. അത് എനിക്ക് നിർബന്ധം. അല്ലെങ്കിൽ എനിക്കെന്താണാവോ തീരെ വൃത്തിയില്ലാത്ത പോലെ തോന്നുന്നു. ഇനി കായം പറ്റുക, മുളക് പൊടി, ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, വേപ്പില, ഉപ്പ്, പിന്നെ നല്ല പുളി പിഴിഞ്ഞ വെള്ളവും ചേർത്തിട്ടാണ് കായം പറ്റണത്. നന്നായിട്ട് ചേർത്ത് മീനിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അത് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച്. എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ മസാല ഉണ്ടോ അതിൽ നമ്മുടെ മത്തിയുടെ പഞ്ഞിമീൻ, ഇപ്പോൾ നല്ല പഞ്ഞിമീൻ ഉണ്ട് കേട്ടോ. പഞ്ഞിമീൻ എടുത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി ചൂടായതിന് ശേഷം നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മീൻ നമ്മൾ വറുക്കാൻ വയ്ക്കുക. നല്ല മീനാട്ടോ, നല്ല പൊടിയുള്ള മീനാണ്. അത് വാവയ്ക്ക് കഴിക്കാൻ കൊടുത്തപ്പോൾ അവൾ പറഞ്ഞ് ചിക്കനാണ് തോന്നുന്നത്. നല്ല സൂപ്പർ മീനാട്ടോ, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.